സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മിസ്സിംഗ് ഫിഗേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫിഗേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവൈലബിൾ ഇൻഫർമേഷനിൽ നിന്ന് വേണം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അതുവഴി നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനുള്ള സിംഗിൾ ആയിട്ടുള്ള ഓരോ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ആ ക്ലാസ്സിൽ നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് റിസീവബിളും ബിൽസ് പേയബിൾ അക്കൗണ്ടും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതുവഴി അതിൻ്റെ ബാലൻസസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുക മുതലായ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത്. അതൊക്കെ സിംഗിൾ ആയിട്ടുള്ള ഓരോ അക്കൗണ്ട് മാത്രം ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു തന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് കുറച്ച് മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻ ആണ്. അത് എന്തൊക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. Illustration number 9. Ashok keeps his books by single entry. During the year 2016, he kept a cash book which shows the following information. നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. Received from debtors. ക്യാഷ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. Received from debtors ₹20,000. Additional capital introduced 5,000. Loan from Chandran at the rate of 10% per annum on 1/7/2016 25,000. Drawings 3,000. Overdraft OD on 1/1/2016 1,500. Paid to creditors 18,000. General expenses 2,500. Salaries, wages എക്സെട്ര ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്യാഷ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത് ഫുൾ തന്നിട്ടുള്ളത്. അതിനുശേഷം അവർ പറയുകയാണ് ദ ഫോളോയിങ് വേ ദ ബാലൻസസ് ഓൺ 1/1/2016 ആൻഡ് 31st December 2016. ജാനുവരിൻ്റെതും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബാലൻസസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ ഫിഗേഴ്സാണ് തന്നിട്ടുള്ളത്? സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും, ക്രെഡിറ്റേഴ്സിൻ്റെത് ഫേർണിച്ചർ, സ്റ്റോക്ക്, ഈ 4 ഐറ്റംസിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിനുശേഷം അവർ പറയാണ് അതർ ഇൻഫർമേഷൻ. ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് റിസീവ്ഡ് എമൗണ്ട് ടു ₹1,000 ആൻഡ് ₹500 റെസ്പെക്റ്റീവ്ലി. സെക്കൻഡ് പോയിന്റ്, ഡിപ്രീഷിയേറ്റ് ഫേർണിച്ചർ അറ്റ് ദ റേറ്റ് ഓഫ് 10%. സി, പ്രൊവൈഡ് ഹാഫ് ഇയർ ഇൻട്രസ്റ്റ് ഓൺ ചന്ദ്രൻസ് ലോൺ. പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ₹1,500. അതിനുശേഷം നിങ്ങളോട് പറയാണ് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2016 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് അല്ലേ. എങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വേണം, ക്ലോസിംഗ് സ്റ്റോക്ക് വേണം, പിന്നീട് വേണ്ടത് പെർച്ചേസസ് വേണം, സെയിൽസ് വേണം, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ഡീറ്റെയിൽസ് വേണം. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഐറ്റംസ്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടുന്ന എന്തെല്ലാം ഐറ്റംസ് നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത്. സ്റ്റോക്കാണ് ആദ്യം തന്നെ വേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. സോ അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. പിന്നീട് വേണ്ടുന്ന സാധനം എന്താ? സെയിൽസ് ഉണ്ടോ എന്നുള്ളതാണ്. സെയിൽസിൻ്റെ ഫിഗർ നിങ്ങൾക്ക് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ സെയിൽസിൻ്റെ ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടില്ല. അതുപോലെ തന്നെ അടുത്തത് വേണ്ടതാണ് പെർച്ചേസസ്. പെർച്ചേസിൻ്റെ ഫിഗറും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും വരക്കേണ്ടിയിരിക്കുന്നു. സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസും ഉണ്ടാവാം, ക്രെഡിറ്റ് സെയിൽസും ഉണ്ടാവാം. പക്ഷേ ഇവിടെ ക്യാഷ് സെയിൽസിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഡെറ്റേഴ്സിനെ കുറിച്ചും ക്രെഡിറ്റേഴ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ക്രെഡിറ്റ് സെയിൽസും ക്രെഡിറ്റ് പർച്ചേസസും ആണ് ഉള്ളത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ ഡെറ്റേഴ്സ്, സൺഡ്രി ഡെറ്റേഴ്സ് അക്കൗണ്ടും സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി ഫുൾ സ്റ്റെപ്പ് എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നിങ്ങളോട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പറഞ്ഞതെങ്കിലും നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് സത്യത്തിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ്, സൊല്യൂഷൻ നമ്പർ 1, പ്രിപ്പയർ ക്യാഷ് ബുക്ക് ടു എസർട്ടൈൻ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. നമുക്കറിയാം ക്യാഷ് ബുക്കിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. നമ്മുടെ ബാലൻസ് ഷീറ്റിലാണ് ക്യാഷ് എന്നുള്ളത് ഒരു അസെറ്റാണ്. അതുകൊണ്ട് തന്നെ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ക്യാഷിൻ്റെ ബാലൻസ് ഉണ്ടാവണം. ഇവിടെ നിങ്ങൾക്ക് ക്യാഷിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ടോ നോക്കാം നമുക്കത്. ഈ തന്നിരിക്കുന്നത് ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷേ ഇവിടെ എവിടെയും ക്യാഷിൻ്റെ ബാലൻസ് കാണുന്നില്ല. പക്ഷേ അതേസമയം ഒരു ബാലൻസ് കാണുന്നുണ്ട് അല്ലേ, OD on 1/1/2016, വിച്ച് മീൻസ് ക്യാഷിൻ്റെ ബാലൻസ് ആണ് അത് ഓപ്പണിംഗ് ബാലൻസാണ് തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടല്ല തന്നിട്ടുള്ളത്,
പക്ഷെ OD എന്ന് എഴുതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, നമ്മളുടെ ഉള്ള ഡെബിറ്റ് ബാലൻസ് അല്ല. OD എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് തിരിച്ചടക്കുക എന്നുള്ള ലയബിലിറ്റി ഉള്ള ഒരു ഐറ്റമാണ് OD. അപ്പോൾ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്കിൻ്റെ OD ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് 1500. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഈ പറഞ്ഞ ഏതെങ്കിലും ഏരിയയിലുണ്ടോ നിങ്ങളുടെ? ഇല്ല. ഇത് തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ക്യാഷ് ബുക്ക് വരയ്ക്കേണ്ടിയിരിക്കുന്നത്. ക്യാഷ് ബുക്ക് വരച്ചു കഴിഞ്ഞാൽ സെക്കൻഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സംഭവം സൺട്രി ഡെക്ടേഴ്സ് അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ക്രെഡിറ്റ് സെയിൽസ്, സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ക്രെഡിറ്റ് പർച്ചേസ്. നമ്മൾ പറഞ്ഞ പോലെ ക്രെഡിറ്റ് സെയിൽസും ക്രെഡിറ്റ് പർച്ചേസും തന്നിട്ടില്ല. അതാണ് ഫസ്റ്റ് തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേണ്ടുന്ന 2 ഐറ്റംസ്. ആ 2 ഐറ്റംസും തരാത്തത് കൊണ്ട് ഈ 2 അക്കൗണ്ടും സൺട്രി ഡെക്ടേഴ്സ് അക്കൗണ്ടും സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം വേണ്ടുന്ന വേറൊരു ഐറ്റം മിസ്സിംഗ് ആയിട്ടുള്ളത് എന്താ? മേക്കിംഗ് ഔട്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ടു അസർട്ടൈൻ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ തന്ന ഡീറ്റെയിൽസിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ അല്ലാതെ, പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ₹1500 എന്നുള്ള ഇൻഫർമേഷൻ അല്ലാതെ എവിടെയും നിങ്ങളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് തന്നിട്ടില്ല. നമുക്കറിയാം ഈ ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാഷ് ബുക്കും ക്യാഷിൻ്റെ ബാലൻസും ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത 4ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തുടങ്ങാം. ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ ക്യാഷ് ബുക്ക് അല്ലേ. ക്യാഷ് ബുക്കിൽ ഞാൻ പറഞ്ഞ പോലെ എസെറ്റ് ആണ് ക്യാഷ് ബുക്ക്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഡെബിറ്റ് സൈഡായിരിക്കും നോർമലി ഉണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മൾ എഴുതുന്നത് നോക്കിയേ, ബൈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡാണ് എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, അതൊരു ലയബിലിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളതാണ് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ആയിട്ട് തന്നതെങ്കിൽ ക്രെഡിറ്റ് സൈഡ് വേണം എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് എഴുതാൻ. ഏത് ബാലൻസ് ആണെങ്കിലും, ഓപ്പണിംഗ് ആണെങ്കിലും ക്ലോസിംഗ് ആണെങ്കിലും ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡ് വേണം എഴുതാൻ. ബൈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 1500 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് എഴുതുക. പിന്നീട് അതിനുശേഷം ക്യാഷിൻ്റെ ഡീറ്റെയിൽസിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത് നോക്കാമല്ലോ. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ക്രെഡിറ്റേഴ്സിന് പേ ചെയ്തു. അപ്പോൾ പൈസ ഉള്ള കയ്യിൽ നിന്ന് നമ്മളത് പോയി. നോർമലി ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ് ക്യാഷ് ബുക്ക്. ഇവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിൽ വന്നെങ്കിൽ കൂടിയും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എസെൻസ് എന്നുള്ളത് ഡെബിറ്റ് ബാലൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് വഴി ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് കൂടുകയാണോ ചെയ്യുക കുറയുകയാണോ ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ക്യാഷ് ബുക്ക്, ഇപ്പം ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തു എന്നാണ് അർത്ഥം. ഇവിടെ ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ചെക്ക് ത്രൂ ഒന്നും ആയിരിക്കില്ല, ക്യാഷ് ത്രൂ ആയിരിക്കും. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 18,000 rupees കൊടുത്തു എന്നർത്ഥം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ പോവുകയാണ് ചെയ്യുന്നത്. സോ നമുക്കതിനെ ക്രെഡിറ്റ് ചെയ്യണം. ജനറൽ എക്സ്പെൻസസ്, നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും പൈസ പോവുകയാണ്, അതിന് ക്രെഡിറ്റ് ചെയ്യണം. നോർമലി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഐറ്റമാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൻ്റെ അകത്ത് ജനറൽ എക്സ്പെൻസ്, ഇപ്പം ജേർണൽ എൻട്രി എങ്ങനെയായിരിക്കും? ജനറൽ എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ളതായിരിക്കും ജേർണൽ എൻട്രി വരിക. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബൈ ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡ് വേണം എഴുതാൻ 2500. സാലറീസും അതുപോലെ തന്നെ ബൈ സാലറീസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡ്, വേജസും ബൈ വേജസ് എന്ന് പറഞ്ഞിട്ട് 6000. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് 3000 rupees ഡ്രോയിങ്സും. ഇത്രയും സംഭവങ്ങൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കിൽ നിന്നും അല്ലെങ്കിൽ ക്യാഷിൽ നിന്നും പുറത്തോട്ടേക്ക് പോകുന്നതാണ് അല്ലെങ്കിൽ കുറയുന്നതാണ് ബാലൻസ്. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഓൾ ദോസ് ഐറ്റംസ്. അതിനുശേഷം എന്തൊക്കെയാണ് ഐറ്റംസ് ഡെബിറ്റ് സൈഡ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? നമുക്ക് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഉണ്ട് അല്ലേ. പൈസ നമുക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. വരുന്ന പൈസയാകുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലുള്ള ഒരു ക്യാഷ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. 20,000 ഇങ്ങോട്ടേക്ക് വരികയാണ്, അതുകൊണ്ട് 20,000 ആഡ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പിന്നീട് എന്താ പറഞ്ഞത്? പൈസ വീണ്ടും വരുന്ന ഒരു ഐറ്റമാണ്. അഡീഷണലി അയാൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു 5,000. എഗെയിൻ 5,000 ക്യാഷ് വന്നല്ലോ, അതിനെയും ഡെബിറ്റ് ചെയ്യാം. ലോൺ ഫ്രം ചന്ദ്രൻ 25,000 rupees ലോൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 25,000 rupees കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇത്രയും ഐറ്റംസ് എങ്ങനെയാണ് ക്യാഷ് ബുക്കിൽ നോക്കിയേ, കണ്ടോ? ഇവിടെ ഡെറ്റേഴ്സ് വന്നു 20,000, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 5,000, ചന്ദ്രൻ്റെ ലോണ് 25,000. ബാക്കി ഓവർ ഡ്രാഫ്റ്റ് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള എക്സ്പെൻസസ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്ന ഐറ്റംസ്, പൈസ പുറത്തോട്ടേക്ക് പോകുന്നതുകൊണ്ട് ഇത്രയും ഐറ്റംസ് എന്ത് ചെയ്യുക? നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് ടോട്ടൽ, ഈ ഭാഗം കൂടുതലായതുകൊണ്ട് ഇത് ടോട്ടൽ ചെയ്തിട്ട് ഇതും ടോട്ടൽ ചെയ്യുന്നു. 3,000 വരെയുള്ള എമൗണ്ട് ടോട്ടൽ ചെയ്യുന്നു. അത് എത്രയാണോ ആ ടോട്ടൽ 50,000 നിന്ന് മൈനസ് ചെയ്തിട്ട്
ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 10,000 എന്ന് എഴുതുന്നു. അങ്ങനെ ഇത് ബാലൻസിങ് ഫിഗറാണ്. ഈ സംഭവം ഇവിടെ ബാലൻസിങ് ഫിഗറാണ്. അങ്ങനെ നമുക്ക് ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 10,000 റുപ്പീസ് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള സൺട്രി ഡെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഫൈൻഡ് ഔട്ട് ദി ക്രെഡിറ്റ് സെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഡെറ്റേഴ്സിനും ഞാൻ പറഞ്ഞ പോലെ എസെറ്റ് ആണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ഓപ്പണിംഗ് ബാലൻസ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഒരു അക്കൗണ്ട് വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം ആ അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആണ് എന്നുള്ളതും അതിന് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മുടെ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണോ എന്നുള്ളതുമാണ്. അവൈലബിൾ ആണെങ്കിൽ ആ രണ്ട് ബാലൻസും ആദ്യം തന്നെ എഴുതി വെക്കും. ടു ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതി, ക്ലോസിംഗ് ബാലൻസ് താഴത്തോട്ടായിട്ട് ഇവിടെ എഴുതുന്നു. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഈ ഡെറ്റേഴ്സ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും എന്നുള്ളത് നോക്കാം. ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് 12,000 26,000 ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. അതിനുശേഷം ഡെറ്റേഴ്സിന് എഫക്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയ പൈസയാണ് അല്ലേ, ക്യാഷ്. അപ്പോൾ ക്യാഷ് ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി വരിക? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം അല്ലേ. ക്യാഷ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷാണ് പൈസ വരുന്നത്, ഡെറ്റേഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. സോ ജേർണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ടു സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് എന്തായിരിക്കും എഴുതണ്ടേ? ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതാണ് ബൈ ക്യാഷ് 20,000. അതിനുശേഷം നോക്കേണ്ട കാര്യം ഡിസ്കൗണ്ട് അല്ലേ. നമ്മൾ എന്തൊക്കെയാണ് വേറെ അതർ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ഫുൾ നോക്കണം. അതിൽ എന്തെങ്കിലും സൺട്രി ഡെറ്റേഴ്സിന് എഫക്ട് ചെയ്യുന്ന ഐറ്റം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതർ ഇൻഫർമേഷനിൽ നോക്കിയേ ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് റിസീവ്ഡ് എമൗണ്ട് ടു ₹1,000 ആൻഡ് ₹500 റെസ്പെക്റ്റീവ്ലി. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് തന്നിട്ടുണ്ട്, റിസീവ്ഡും തന്നിട്ടുണ്ട്. ഈ അലൗഡ് ആണോ റിസീവ്ഡ് ആണോ നമ്മുടെ സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരിക എന്നുള്ളതാണ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ആർക്കാണോ വിറ്റത് അവരെയാണ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ. നമുക്ക് പൈസ തരാൻ ബാക്കിയുള്ളവരാണ് ഡെറ്റേഴ്സ്. അപ്പം നമ്മളെ അലൗ ചെയ്യുന്നത്, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നതായിരിക്കും ഡെറ്റേഴ്സിനായിരിക്കും. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് എന്നുള്ള ഫിഗർ എപ്പോഴും വരേണ്ടിയിരിക്കുന്നത് എവിടെയാ? ഡെറ്റേഴ്സ് അക്കൗണ്ടിലാണ് വരേണ്ടത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ള സംഭവമോ അത് എപ്പോഴും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണ് വരിക. ഡിസ്കൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതാണ്. ആരാണ് നമുക്ക് ഡിസ്കൗണ്ട് തരുന്നത്? ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. ഡിസ്കൗണ്ട് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? അത് ഡെറ്റേഴ്സിനായിരിക്കും. സോ ഡെറ്റേഴ്സ് അക്കൗണ്ടിലാണ് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞ ഫിഗർ ₹1,000 ആണ് അല്ലേ. ഇവിടെ 1,000 and 500 റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫിഗർ 1000 ആണ്. അതുകൊണ്ട് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ബൈ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. അതിനുശേഷം വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നതുണ്ടോ നോക്കുക. വേറെ ഡെറ്റേഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആഡപ്പ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യുക. ഈ അക്കൗണ്ട് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 എഴുതുന്നു, ഇത് ആഡപ്പ് ചെയ്യുന്നു. ഈ ബാലൻസ് അന്നേരം ഇവിടെ ഇല്ല അല്ലേ. ക്ലോസിംഗ് ബാലൻസ് കൊണ്ട് നമ്മൾ 26,000 അതും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് 47,000 കിട്ടി. 47,000 മൈനസ് ദിസ് 12,000, അന്നേരം നമുക്ക് 35,000 രൂപ കിട്ടും. ഈ 35,000 രൂപ എന്നുള്ളത് ബാലൻസിങ് ഫിഗർ ആണ്. കണ്ടോ, സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞ ഫിഗർ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു 35,000. അതിനുശേഷം അടുത്തതായിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും സെയിം ലൈക്ക് തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതി വെക്കുക. ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ഭാഗത്താണ് എഴുതേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം. നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് ക്രെഡിറ്റ് അതായത് ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 6,000 നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട് 7,500. ഇത് രണ്ടും ആദ്യം തന്നെ രണ്ട് ഭാഗത്തായിട്ട് എഴുതി വെക്കുക. ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണോ എഴുതുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും എപ്പോഴും ക്ലോസിംഗ് ബാലൻസ് നോർമലി വരിക. എക്സെപ്ഷണൽ കേസസ് ഇപ്പം നേരത്തെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ക്രെഡിറ്റ് സൈഡിലുണ്ട്, ക്ലോസിംഗ് ബാലൻസ് അതും ക്രെഡിറ്റ് സൈഡിലുണ്ട്. അത് എക്സെപ്ഷണൽ കേസസ് ആണ്. ക്യാഷ് ബുക്ക് പോലത്തെ സംഭവങ്ങൾക്ക് മാത്രമേ അങ്ങനെ വരുള്ളൂ. നോർമലി ഒരു അക്കൗണ്ടിൽ എപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ള ബാലൻസസ് ഉണ്ടാവും. ആ ബാലൻസ് തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇതിപ്പം ക്രെഡിറ്റ് ബാലൻസ് എഴുതി ക്ലോസിംഗ് ബാലൻസും എഴുതി കഴിഞ്ഞു. അതിനുശേഷം എന്തൊക്കെ ട്രാൻസാക്ഷൻസ് എന്ന് നേരത്തെ പോലെ നോക്കാം. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രെഡിറ്റേഴ്സിന് എഫക്ട് ചെയ്യുന്നതാണ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്യാഷ് പുറത്തോട്ടേക്ക് പോയി ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. എൻട്രി എന്തായിരിക്കും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യണം 18,000 റുപ്പീസ്. പിന്നീട് എന്താണ് എഫക്ട് ചെയ്യുന്നതായിട്ടുള്ളത്? ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട് അല്ലേ. ഡിസ്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റേഴ്സിൽ നിന്നാണ് റിസീവ് ചെയ്യുക ഡിസ്കൗണ്ട്. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം? ഡിസ്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം ₹500 വെച്ചിട്ട്. 500 രൂപയാണ് രണ്ടാമത്തെ ഐറ്റം. 500 രൂപ വെച്ചിട്ട് ഡെബിറ്റ് ചെയ്യാം. വേറെ ഒന്നും ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റേഴ്സിനെ എഫക്ട് ചെയ്യുന്നില്ല.
വേറെ എന്തിനും എഫക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും, ഇത് ടോട്ടൽ ചെയ്യുന്നു 26,000. 26,000 നിന്നും 18,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7,500. ഈ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ആദ്യം ഉണ്ടല്ലേ, ഈ ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ള ഈ ഫിഗർ കിട്ടും. ഈ ഫിഗർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്തത്. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ക്യാഷ് എഴുതി, ഡിസ്കൗണ്ട് എഴുതി, ക്ലോസിംഗ് ബാലൻസും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് തന്നതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം ഈ ഐറ്റമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ടുപിടിച്ചത് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ കൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ ക്രെഡിറ്റ് പർച്ചേസും കണ്ടുപിടിക്കാം. അങ്ങനെ 20,000 എഴുതുന്നു. ഇത് ബാലൻസിങ് ഫിഗറാണ്. 26,000 നിന്നും ഈ 6,000 മൈനസ് ചെയ്തിട്ട് 20,000 രൂപയാണ് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ നാലാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് മേക്ക് ഔട്ട് എ ബാലൻസ് ഷീറ്റ് ടു എസർട്ടൈൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഏത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ആസ് ഓൺ 1/1/2016 തൊട്ട് ലയബിലിറ്റീസ് അസെറ്റും എഴുതുക. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ബാലൻസ് ഷീറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫസ്റ്റ് 1/1/2016 നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണോ ആ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതുക. ഒരു സാധനവും വിട്ടുപോകാൻ പാടില്ല. സൺഡ്രി ഡെറ്റേഴ്സിൽ നമുക്ക് തുടങ്ങാം. അസറ്റ് സൈഡിൽ സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ 12,000 മാറിപ്പോയത് ഒരു കാരണവശാലും ഫിഗേഴ്സ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും മാറിപ്പോയത്. ഇപ്പം 12,000 എന്നുള്ള സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ കൂടാതെ തന്നെ നിങ്ങൾക്ക് സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്, 26,000 രൂപയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കാരണവശാലും മാറിപ്പോകരുത്. സൺഡ്രി ഡെറ്റേഴ്സ് 12,000, ക്രെഡിറ്റേഴ്സ് 6,000. ഇത് രണ്ടും എന്ത് ചെയ്യാം, ഒരു ഭാഗത്ത് സൺഡ്രി ക്രെഡിറ്റേഴ്സും 6,000 എഴുതി. അതിനുശേഷം ഫേർണിച്ചർ അല്ലേ, ക്യാഷ് ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബാലൻസ് ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നോർമലി ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അസെറ്റാണ്, അതുകൊണ്ട് ഈ ഭാഗത്താണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഓടിയാണ് തന്നിട്ടുള്ളത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ലയബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി ആയതുകൊണ്ട് 1,500. ഓർമ്മിക്കുക, ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് തന്നിരുന്നതെങ്കിൽ നിങ്ങൾ അസറ്റ് സൈഡാണ് എഴുതേണ്ടത്. ഇവിടെ ബാങ്ക് ഓടി എന്ന് തന്നതുകൊണ്ടാണ് 1,500 ഇവിടെ എഴുതേണ്ടത്, ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത്. അതിനുശേഷം ഫേർണിച്ചർ, എന്തെങ്കിലും അസറ്റ്സ് എന്തൊക്കെ ഉണ്ട് നോക്കുക. ഫേർണിച്ചർ ഉണ്ട്, വേറെ ഈ ഭാഗത്തുള്ള ഇതൊക്കെ എക്സ്പെൻസസ് ആണ് അല്ലേ. എക്സ്പെൻസസ് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ഈ ഐറ്റംസ് ഒന്നും വരില്ല. ഈ പറഞ്ഞ ഫേർണിച്ചറും സ്റ്റോക്കും വരും. ഫേർണിച്ചറിൻ്റെ ഫിഗർ 15,000 എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് ആണ് എഴുതേണ്ടത്. സ്റ്റോക്ക് 9,000. ഇത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ഫിഗേഴ്സ് വന്നിട്ടുണ്ടാവും, ഈ 3 ഫിഗേഴ്സ് എടുത്ത് തന്നിട്ട് 36,000 എഴുതി. 6,000ഉം 1,500ഉം വരെ തന്നിട്ടുണ്ടാവും. അപ്പം 36,000 നിന്നും ഇത് 7,500 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 28,500 നമ്മുടെ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഈ ഡേറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാനാണ് മാത്രമേ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ 4 അക്കൗണ്ട് അതിനു മുന്നേ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കായിട്ട് അറിയേണ്ട കാര്യമാണ്. അതാണ് നമ്മുടെ സൊല്യൂഷനിൽ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുന്നത്, 4 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്ത കാര്യം. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് നമ്മൾ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് പ്രകാരം മാത്രമേ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നോർമലി എഴുതാൻ പാടുള്ളൂ. സോ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദിസ് ഓപ്പണിംഗ് സ്റ്റോക്ക് 9,000. അതിനുശേഷം സെയിൽസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക അല്ലേ. ഞാൻ പറഞ്ഞു സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് പ്ലസ് ക്യാഷ് സെയിൽസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ക്യാഷ് സെയിൽസിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് എസ്യൂം ചെയ്യാണ് എല്ലാം ക്രെഡിറ്റ് സെയിൽസ് ആണ് എന്നുള്ളത്. ഈ ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നേരത്തെ സൺഡ്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. ആ പ്രിപ്പയർ ചെയ്ത സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ ഈ ക്രെഡിറ്റ് സെയിൽസ് ഫിഗറാണ് 35,000. ആ 35,000 ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം അടുത്തതായിട്ട് വേണ്ടുന്നത് പെർച്ചേസസ് വേണം. ഈ പെർച്ചേസസ് കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസ് പ്ലസ് ക്യാഷ് പർച്ചേസ് ആണ് അവിടുത്തെ പെർച്ചേസിൽ വേണ്ടത്. ഇവിടെ ക്യാഷ് പർച്ചേസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നും നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ക്രെഡിറ്റ് പർച്ചേസിൻ്റെ ഫിഗർ ആയിട്ടുള്ള 20,000 അത് ഇവിടെ എഴുതി കഴിഞ്ഞു. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സ്പെൻസസ്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ജനറൽ എക്സ്പെൻസസ്, സാലറി, വേജസ്, ഡ്രോയിങ്സ്. ഇതിൽ വേജസ് ഒഴികെ ബാക്കിയെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. നമുക്കറിയാം വേജസ്, ഫ്രൈറ്റ് ഇൻവേർഡ്സ്, കാരേജ് ഇൻവേർഡ്സ്, ഡ്യൂട്ടീസ്, ഫാക്ടറി ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, അത്തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമേ ഡയറക്റ്റ് എക്സ്പെൻസസ് വിഭാഗത്തിൽ വരുള്ളൂ. അതുകൊണ്ട് അത്തരം എക്സ്പെൻസസ് മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവേണ്ട കാര്യമുള്ളൂ.
വേജസ് എഴുതി 6,000, ബാക്കിയൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക്, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് 21,000. ഇത്രയും സംഭവങ്ങൾ ഈ ഒരു ഫോമാറ്റിൽ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് ടോട്ടൽ ചെയ്ത 56,000 കിട്ടും. 56,000-ൽ നിന്നും ഈ 3 ഐറ്റംസും ആഡ് ചെയ്ത ഫിഗർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ GP എന്ന് പറയുന്ന സാധനം കിട്ടും. ഈ GP കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാരി ഡൗൺ ചെയ്യുക താഴത്തോട്ടേക്ക്. ഈ പോർഷൻ മുതൽ താഴോട്ടേക്കുള്ളതിനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്നൊരു 21,000 എഴുതുന്നു. അതിനുശേഷം എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ അത് മുഴുവൻ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ഈ പോർഷൻ ട്രേഡിംഗ് അക്കൗണ്ടും ഈ പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്. ഇൻ ബിറ്റ്വീൻ ഒരു ലൈനിൻ്റെയും ആവശ്യമില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നോക്കുക, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് നോക്കാം. ജനറൽ എക്സ്പെൻസസ്, സാലറീസ്, വേജസ് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു അല്ലേ. ഡ്രോയിങ്സ് എന്നുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം അല്ല, അത് ബാലൻസ് ഷീറ്റ് ഐറ്റം ആയതുകൊണ്ട് തന്നെ അത് ഇവിടെ വരില്ല. സോ ഡിസ്കൗണ്ട് അലൗഡ്, പിന്നീട് അതർ ഇൻഫർമേഷനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് അലൗഡ് അല്ലേ. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതാണ്, അതുകൊണ്ട് അതൊരു എക്സ്പെൻസ് ആണ്. സോ ആ എക്സ്പെൻസ് ആയതുകൊണ്ട് അതിനെ ഇവിടെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് വേറൊരാൾ നമുക്ക് തരുന്ന ഡിസ്കൗണ്ടിനാണ്, അതൊരു ഇൻകം ആണ്. അതുകൊണ്ട് അതിന് ഡിസ്കൗണ്ട് റിസീവ്ഡിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യാനും എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യാനെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇൻകം എക്സ്പെൻസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നീട് ജനറൽ എക്സ്പെൻസ് നമ്മൾ എഴുതുന്നു, സാലറീസ് എഴുതുന്നു. അതിനുശേഷം ഇത്രയും ഐറ്റംസ് ഇൻഡയറക്റ്റ് ഇവിടെ വരാനുള്ളൂ. ഇവിടെ എന്താ പിന്നെ വേണ്ടേ, ഡിപ്രീഷിയേറ്റ് ഫേർണിച്ചർ അല്ലേ. ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 10%. ഫേർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണ്, 15,000 ആണ് എമൗണ്ട്. അതിൻ്റെ മുകളിൽ 10% എന്ന് പറഞ്ഞാൽ 1,500 രൂപ. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഹാഫ് ഇയർ ഇൻട്രസ്റ്റ് ഓൺ ചന്ദ്രൻസ് ലോൺ. ചന്ദ്രൻസ് ലോൺ എത്രയാണ്, 25,000 ആണ് ചന്ദ്രൻ്റെ ലോൺ അല്ലേ, 25,000. എപ്പോഴാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, 1/7/2016 ആണ്, അതായത് ജൂലൈ 2016. നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് 31 ഡിസംബർ 2016 ആണ്. അപ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസത്തെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് നിങ്ങളുടെ ഇതിൽ പറയുന്നത്. എത്ര ശതമാനം വെച്ചിട്ട്, 10% പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 25,000 × 10% ഇസ് ഈക്വൽ ടു 2,500. അതിൻ്റെ അത് 6 മാസം എന്ന് പറഞ്ഞാൽ 6/12 ചെയ്ത് കഴിഞ്ഞാൽ 1,250 രൂപയായിരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരിക. പിന്നീട് പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,500 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യുക 1,500. അത് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. അത്ര എന്തെങ്കിലും ഐറ്റംസോ അഡ്ജസ്റ്റ്മെൻറ്റ്സോ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റിൽ ഡിഫറൻസ് വരും, നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാം ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അതിനുശേഷം 4,750 എന്നുള്ള ഫിഗർ കിട്ടിക്കഴിഞ്ഞു. അതെങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 21,500 ആണ് ഈ ഭാഗത്താണ് കൂടുതലുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ പോർഷനിലുള്ള ഈ 1,500 വരെയുള്ള എല്ലാ എമൗണ്ടും ടോട്ടൽ ചെയ്തിട്ട് 21,500-ൽ നിന്നും ആ ടോട്ടൽ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4,750 എന്നുള്ള നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നിങ്ങൾ ആലോചിക്കേണ്ട, നേരത്തെ കണ്ട് ബാലൻസ് ഷീറ്റ് ആണല്ലോ നേരത്തെ പ്രിപ്പയർ ചെയ്തത്. ഇത് ഓപ്പണിംഗ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2016 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ആദ്യത്തെ ഐറ്റം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, ഓപ്പണിങ്ങിൽ ബാങ്ക് ഓഡി എന്നുള്ളത് ലയബിലിറ്റി സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ അസറ്റ് സൈഡിലാണ്. 10,000 റുപ്പീസ് നമ്മൾ കണ്ടുപിടിച്ച ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ആണ് അത്. ഈ കണ്ട 10,000 ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ് നമ്മൾ ഇവിടെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതിയിരിക്കുന്നത്. അതിനുശേഷം സൺഡറി ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നത് എഴുതുക. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്ലോസിംഗ് ബാലൻസസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഫേർണിച്ചർ തന്നിട്ടുണ്ട് അല്ലേ, 15,000 എന്നുള്ള ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സോ ഇൻഫർമേഷനോ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. 1,500 എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട് അല്ലേ. 1,500 മൈനസ് ചെയ്ത് 13,500. സ്റ്റോക്കിന് റിലേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റവും ഇല്ല. 21,000 അങ്ങനെ തന്നെ എഴുതുക. അതിനുശേഷം സൺഡറി ക്രെഡിറ്റേഴ്സിലേക്ക് പോകാം. ക്രെഡിറ്റേഴ്സിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതുക. പിന്നീട് ചന്ദ്രൻസ് ലോൺ അക്കൗണ്ട് അല്ലേ. ലോൺ എന്നുള്ളത് ഒരു ലയബിലിറ്റിയാണ്, അതുകൊണ്ടാണ് നമ്മളതിനെ ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത്. 25,000 അങ്ങനെ തന്നെ എഴുതുക. പിന്നെ ഈ എമൗണ്ട് ശ്രദ്ധിച്ച്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്, ആ എമൗണ്ട് തന്നെയല്ലേ ഈ എമൗണ്ട്, ഇത് എക്സ്പെൻസ് അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? അതാണ് ചിന്തിക്കേണ്ട ഒരു ഫാക്ടർ. നമ്മളിവിടെ 6 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കൊടുത്തത്, അതായത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള 6 മാസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി
സാധാരണ 10% ഒരു വർഷത്തേക്ക് എത്രയാണ് ഇൻട്രസ്റ്റ്? 25,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ 2,500 രൂപയാണ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. പക്ഷെ നമ്മളിവിടെ ചാർജ് ചെയ്തിരിക്കുന്നത് 6 മാസത്തെ ഇൻട്രസ്റ്റ് മാത്രമാണ്. ബാക്കിയുള്ള 6 മാസത്തെ, അതായത് ഡിസംബർ മുതൽ ഇങ്ങോട്ടുള്ള ബാക്കിയുള്ള അടുത്ത 6 മാസത്തെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണല്ലോ. അതൊരു ബാധ്യതയോ അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ടുണ്ടല്ലോ. ആ ലയബിലിറ്റിയാണ് 1,250 എന്നുള്ളത്. അല്ലാണ്ട് ഈ ചാർജ് ചെയ്ത എമൗണ്ട് അങ്ങനെ തന്നെ എഴുതിയതല്ല. അതുകൊണ്ട് എക്സ്പെൻസ് ആണെങ്കിൽ നോർമലി അത് അവിടെ എഴുതി കഴിഞ്ഞു. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആയതുകൊണ്ടാണ് അതിവിടെ എഴുതുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം നമ്മൾ ക്യാപിറ്റലിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? 28,500 ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് 28,500 വെച്ചിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം അഡീഷണൽ ക്യാപിറ്റൽ ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ട് 5,000 റുപ്പീസ്. ആ 5,000 റുപ്പീസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ എന്താവണം? 1,500 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ വി ഹാവ് ടു ആഡ് ദ നെറ്റ് പ്രോഫിറ്റ് വിത്ത് ദിസ് എമൗണ്ട് 4,750. And from that we have to deduct the drawings. If there is any interest on drawings, that also has to be deducted. ഇവിടെ interest on drawings ഇല്ല, അതുകൊണ്ട് ഡ്രോയിങ്സ് ഡിഡക്ട് ചെയ്യാനില്ല. അപ്പോൾ 3,000 ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 28,500 പ്ലസ് 5,000 പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്ലസ് NP മൈനസ് ഡ്രോയിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ 36,750 എന്നുള്ള കിട്ടും. ഇത്രയും പോർഷൻസിൽ വലിയ ഡിഫറൻസിൽ ആകെ ഇതിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉള്ള, മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ഈ 1,250 മാത്രമാണ് നമ്മൾ ഒമിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇവിടെ അതും എഴുതി കഴിഞ്ഞാൽ, ഇത്രയും പോർഷൻസ് കൃത്യമായി എഴുതി കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ടാലീഡ് ആയിരിക്കും. ഇവിടെ ബാലൻസിങ് ഫിഗർ ഒന്നും ഇട്ടിട്ടല്ല, ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ടാലീഡ് ആയിരിക്കും. 70,500. ഇങ്ങനെയാണ് ഒരു ടോട്ടൽ ട്രേഡിങ് ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമ്മളോട് ഇത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചിരിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് അറിയേണ്ടതാണ്. അല്ലാണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇതൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറയില്ല. ആകെ ഈ 2 ഐറ്റം മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക, അപ്പം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ.